നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ഭീതിയുടെ പോരാട്ടം. രാജ്യം നടുങ്ങിയ പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ സൈനിക നടപടികൾക്ക് തുടർച്ച. ഭീകര സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിൽ ക്യാമ്പിനുള്ളിൽ സുരക്ഷാ സേനയുടെ തിരച്ചിൽ തുടരുന്നു. വ്യോമതാവളത്തിൽ കടന്ന മുഴുവൻ പേരെയും വധിച്ചതായും റിപ്പോർട്ടുകൾ. ആക്രമണം നടത്തിയ തീവ്രവാദികൾ നടപ്പിലാക്കിയത് സൈനിക തന്ത്രമെന്ന് സുരക്ഷാ ഏജൻസികൾ. പത്താൻകോട്ടിലെത്തിയത് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരെക്കാൾ പരിശീലനം ലഭിച്ചിട്ടുള്ളവരെന്ന് വിലയിരുത്തൽ. 3 ദിവസം നീണ്ട ഏറ്റുമുട്ടലിൽ നഷ്ടമായത് 7 സൈനിക ജീവനുകൾ. പഞ്ചാബിൽ ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടും വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാത്തത് ഗുരുതര വീഴ്ച. ഭീകരതയുടെ തെളിവുകൾ. പത്താൻകോട്ട് ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് നേരെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സമ്മർദ്ദം. ആക്രമണ പദ്ധതികൾക്കായി ഭീകരർ ഇന്ത്യയിലെത്തിയത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയെന്ന് ഇന്ത്യ. ഇത് സംബന്ധിച്ച തെളിവുകൾ കൈമാറിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വഴി. വ്യോമസേനാ താവളത്തിലെ സൈനിക നടപടികൾ വിലയിരുത്താൻ പ്രതിരോധ മന്ത്രിയും സേനാ മേധാവികളും പത്താൻകോട്ടിൽ. സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണം ഇന്നുണ്ടാകുമെന്ന് സൂചന. വീരപുത്രന് ഇന്ത്യയുടെ സല്യൂട്ട്. രാജ്യസുരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാവ് നിരഞ്ജൻ കുമാറിന് മാതൃരാജ്യത്തിന്റെ പ്രണാമം. രാവിലെ എളമ്പിലാശ്ശേരി UP സ്കൂളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിന് തറവാട്ടുവളപ്പിൽ അന്ത്യവിശ്രമം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് എളമ്പിലാശ്ശേരിയിലെത്തിയത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്കാര ചടങ്ങുകളിൽ വീരപുത്രന് അശ്രുപൂജ അർപ്പിച്ച് ആയിരങ്ങൾ. യാത്രയുടെ തുടർച്ചയിൽ VM സുധീരൻ നയിക്കുന്ന ജനരക്ഷായാത്ര കാസർകോട്ട് പര്യടനം തുടരുന്നു. ഇന്നു രാവിലെ ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര കാഞ്ഞങ്ങാട് ടൗണിലും തൃക്കരിപ്പൂരും പര്യടനം പൂർത്തിയാക്കി വൈകിട്ടോടെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജനരക്ഷായാത്രയിൽ നേതാക്കളുടെ വിമർശനം CPM-നും BJP-ക്കും നേരെ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും ഇതിനായി കോൺഗ്രസ് ഒറ്റക്കെട്ടായി അണിനിരക്കുന്നതിന്റെ വിളംബരമാണ് ജനരക്ഷായാത്രയെന്നും സുധീരൻ. കോൺഗ്രസും കോടിയേരിയും. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കോടിയേരി. സമാധാനം നിലനിർത്താൻ RSS ഇപ്പോഴത്തെ ശൈലി മാറ്റണം. ഇതിനായി സംഘടന നടത്തുന്ന ആയുധ പരിശീലനം ഒഴിവാക്കണമെന്നും നിർദ്ദേശം. കേരളത്തിൽ CPM BJP കൂട്ടുകെട്ടെന്നാരോപിച്ച മുഖ്യമന്ത്രിക്ക് കോടിയേരിയുടെ രൂക്ഷ വിമർശനം. ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന സ്വന്തം രാഷ്ട്രീയ കള്ളക്കളിയുടെ ഭാഗം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് കോൺഗ്രസ് എന്നും ആക്ഷേപം. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ആവർത്തിക്കുമെന്നത് കോൺഗ്രസിന്റെ വ്യാമോഹം മാത്രം. പാർട്ടി ആഗ്രഹിക്കുന്നത് CPM BJP സംഘർഷം നിലനിൽക്കണമെന്ന്. വീരേന്ദ്രകുമാർ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ബന്ധുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി. പ്രതിഷേധം പടരുന്നു. ഭീകരവാദ കുറ്റത്തിന് ഷിയ പുരോഹിതനടക്കം 47 പേരെ വധിച്ച സൗദിയുടെ നടപടി പുതിയ തലത്തിലേക്ക്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ച് സൗദി അറേബ്യയും ബഹ്റിനും. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സൗദിക്ക് പിന്തുണയുമായി UAE. പ്രതിഷേധം പങ്കുവച്ച് ഖത്തർ. ഇറാനുമായുള്ള എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും നിർത്തിവച്ചും പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയും സൗദിയുടെ പ്രതിഷേധം. 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് രാജ്യം വിടാനും നിർദ്ദേശം. സൗദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സുഡാൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.